ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് തമിഴിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എൻ്റെ മുടി എങ്ങനെയാണ് ഡാമേജ് ആയതെന്ന്. ആൻഡ് ഇപ്പം എങ്ങനെയാണ് അത് മാറ്റി മാറ്റി കൊണ്ടുവരുന്നത്. സ്റ്റിൽ മാറ്റി മാറ്റി കൊണ്ടുവരുന്നേ ഉള്ളൂ, ശരിയായിട്ടില്ല. അതെങ്ങനെയാണ് പറഞ്ഞു തരാൻ അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ ഇത് മിക്കുള്ളവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമായിരിക്കും. പക്ഷെ എന്റെ ഈ ഒരു വീഡിയോയിലൂടെ ഒരാൾക്കെങ്കിലും അത് എന്തെങ്കിലും ഒരു പുതിയ അറിവായിട്ട് കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ കൂടുതലൊന്നും പറഞ്ഞിരിക്കില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ എന്റെ 5ാം ക്ലാസ് വരെ എന്റെ മുടി നല്ല തിക്കായിരുന്നു. പിന്നെ നല്ല ഹെൽത്തി ആയിരുന്നു, നല്ല മുടിയായിരുന്നു. എനിക്ക് ഇപ്പോഴാണ് അത് ഓർക്കണം, അന്നേരം ഞാൻ മുടി ഒന്നും കെയർ ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ എന്തോ ഫംഗ്ഷൻ എടുത്ത് ഷോൾഡർ ലെവൽ വെച്ചിട്ട് കട്ടാക്കി. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, അത് കട്ടാക്കി അത് തിരിച്ച് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് അതേ ലെങ്കിൽ തന്നെ അതേ തിക്നെസ്സിൽ തന്നെ തിരിച്ച് വളർന്നു. അപ്പൊ 7ാം ക്ലാസ്സായി. 7ാം ക്ലാസ്സിലായപ്പോഴാണ് ഈ സ്റ്റെപ്പ് കട്ട്, ലെയർ കട്ട്, അങ്ങനെ പല പല ടൈപ്പ് ഹെയർ കട്ട്സിനെ പറ്റി അറിയാനും നേരിട്ട് കാണാനും തുടങ്ങിയത്. അപ്പൊ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് കൊള്ളാം അങ്ങനെ തോന്നിയിട്ട് എനിക്ക് വെട്ടണം തോന്നി. പിന്നെ സിനിമയിലൊക്കെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വെട്ടിട്ടൊക്കെ കണ്ടിട്ട് എനിക്കും ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞു. അമ്മ കുറേയൊക്കെ പറഞ്ഞിട്ട് പിന്നെ സമ്മതിച്ചു. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി വെട്ടി. ആദ്യം ഞാൻ സ്റ്റെപ്പ് കട്ടാണ് വെട്ടിയത്. അപ്പോൾ നല്ല ഹെൽത്തി ഹെയറിൽ അത് വെട്ടുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ, ഒരു കുഴപ്പമില്ലായിരുന്നു. വേറെ ഒരു പ്രശ്നമില്ലായിരുന്നു, നല്ലതായിരുന്നു. അത് 2 വർഷം കഴിഞ്ഞ് വളർന്നു. അപ്പോൾ ഞാൻ 9ലായപ്പോൾ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അതിന്റെ പുറത്തൂടെ ലെയർ കട്ട് വെട്ടിക്കൊടുത്തു. അതും ഷോൾഡർ ലെവൽ വെച്ചിട്ട് വെട്ടിക്കൊടുത്തു. അന്ന് തൊട്ടാണ് എന്റെ ഫാമിലി ആവാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയും വെട്ടിയത് കൊണ്ട് തന്നെ അതിന് ഒട്ടും തിക്നെസ്സും ഇല്ലായിരുന്നു, ഒട്ടും ഹെൽത്തി. പിന്നെ ഞാൻ കെയർ ചെയ്യാത്തത് അത് ഹെൽത്തി ആയിട്ടിരുന്നതുമില്ല. അങ്ങനെ ഞാൻ 10 കഴിഞ്ഞു 11 ആയപ്പോഴത്തേക്ക് എന്റെ മുടി അത് ഏകദേശം വളർന്നു നിന്ന്, എന്നാലും കട്ടിയില്ല. അപ്പോൾ എനിക്ക് സ്പ്ലിറ്റൻസ് വരാൻ തുടങ്ങി. അന്നേരം സ്പ്ലിറ്റൻസ് എന്താണെന്ന് പോലും അറിഞ്ഞൂടാ, അതെന്ത് സംഭവം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. അങ്ങനെ 12ലൊക്കെ അത് സ്റ്റിൽ അങ്ങനെ തന്നെ പോയി. പിന്നെ ഞാൻ എപ്പോഴും മുടി അഴിച്ചിടുമായിരുന്നു, കെട്ടില്ല. സ്കൂളിൽ പോകുമ്പോൾ മാത്രം കിട്ടിക്കും, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കൂടെ കിട്ടിയിട്ട് മുടി നല്ല ഡാമേജ് ആയി. അങ്ങനെ 12ലൊക്കെ ആയ ടൈമാണ് എനിക്ക് സ്പ്ലിറ്റൻസ് എന്താണെന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയത്. അപ്പൊ മനസ്സിലായി അപ്പോൾ ഏകദേശം എന്റെ മുടി ഡാമേജ് ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കോളേജിൽ കയറി. അപ്പോഴത്തേക്ക് ഈ മുടി കെട്ടി വയ്ക്കാൻ, മാക്സിമം വീട്ടിൽ നിൽക്കുമ്പോൾ മുടി കെട്ടി വയ്ക്കാനൊക്കെ തുടങ്ങി. എന്നാലും പുറത്തു പോകുമ്പോൾ അഴിച്ച് തന്നെ ഇടുമായിരുന്നു. അങ്ങനെ കോളേജിൽ കയറിയ ടൈം എന്താണ്, സ്കൂളിലായിരുന്നു പിന്നെയും മുടി കെട്ടിയിട്ടിട്ട് പോകുന്നു. കോളേജിലായ ടൈം അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മുടി ഫുൾ ടൈം അഴിച്ചിട്ടേ പോകുമായിരുന്നുള്ളൂ. അപ്പോഴത്തേക്കാണ് എനിക്ക് പണി വന്നു തുടങ്ങി. ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ മുടി പോകാൻ തുടങ്ങി. ഇവിടുത്തെ മുടി നല്ലോണം പോയിട്ട് തിരിച്ചു വരില്ല. സാധാരണ ഹെയർ ഫോൾ വന്നാൽ മുടി തിരിച്ച് വളർന്നു വരുമല്ലോ, ഇതങ്ങനെ വരുന്നില്ല. അപ്പൊ ഫുള്ള് പണി പാളി. പിന്നെ കാര്യങ്ങൾ അറിയാം, ഡാമേജ് ആണ്, ഇങ്ങനെയാണ്, പൊട്ടി വെച്ചേ പറ്റുള്ളൂ എല്ലാം അറിഞ്ഞിട്ട് ഞാൻ അഴിച്ചിട്ട് പോകും. അതെന്തോ അങ്ങനെ ഒരു ശീലമായി പോയോണ്ടാണ് അങ്ങനെ കെയർ ചെയ്യാതായിരുന്നു. പല പല ഓയിൽസും ട്രൈ ചെയ്ത് നോക്കി. പിന്നെ മുടി വെട്ടിയിട്ടില്ല. ലാസ്റ്റ് 9th വെച്ചിട്ടാണ് മുടി വെട്ടിയത്. പിന്നെ ഞാൻ മുടി പാർലറിൽ പോയി വെട്ടിയിട്ടില്ല. ഈ ട്രിം ചെയ്ത് കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. അത് ഇച്ചിരി ട്രിം ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോയിട്ടില്ല. ഇനി മുടി വെട്ടില്ല നന്നേ വിചാരിച്ചാണ്, ഡാമേജ് ആയതുകൊണ്ട്. പിന്നെ ഞാൻ പല പല ഓയിൽസ് ട്രൈ ചെയ്ത് നോക്കി, ഒന്നും വർക്കായില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന റോസ്മേരി ഓയിലാണ്. അത് കുഴപ്പമില്ല, തിരിച്ച് ഇവിടെ പോയ മുടിയൊക്കെ തിരിച്ച് വളർന്നു വരുന്നുണ്ട്. കണ്ടിട്ടില്ലേ, കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ വളർന്നു വരുന്നുണ്ട്. ആ പോയ മുടി തിരിച്ച് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് സംഭവിച്ച എന്തോന്ന് വെച്ചാൽ, ഇവിടത്തെ മുടി ഉണ്ടല്ലോ അത് പോയിട്ട് തിരിച്ച് വളർന്നു വരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ റോസ്മേരി ഓയിൽ യൂസ് ആക്കാൻ നേരത്താണ് ഇപ്പൊ തിരിച്ച് ഇവിടുന്നൊക്കെ മുടി വരാൻ തുടങ്ങിയത്. കുഴപ്പമില്ല. അങ്ങനെ ഓരോ ഓയിൽ ചെയ്ത് അങ്ങനെ മാറ്റിവിടാം, പല പല ഓയിൽ ചെയ്തുവിടാം. പക്ഷെ എനിക്കൊന്നും വർക്കാവാത്തോണ്ടാണ് ഞാൻ മാറ്റി മാറ്റി കൊണ്ടുവന്നത്. ഇപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഒരു മുടി വളരുന്നതെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓയിൽ റോസ്മേരി ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ വീട്ടിൽ തന്നെ ചെയ്തതാണ്. എന്ന് വെച്ചാൽ റോസ്മേരി അമ്മ വാങ്ങിക്കൊണ്ടുവന്ന് അമ്മ തന്നെ എണ്ണ ആക്കി തന്നതാണ്. അതാണ് ഞാൻ യൂസ് ആക്കുന്നത്. ഇനി പറയാനുള്ള എന്തോന്ന് വെച്ചാല്, പിന്നെ ഞാൻ റോസ്മേരി വർക്കാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാളെ മുടി വെട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പോഴേക്ക് ലെങ്ത് ഉണ്ട് പക്ഷെ കട്ടിയില്ല, തിക്നെസ് ഇല്ല, കുറച്ച് നീളം ഉണ്ടെന്ന്. ആ തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നീളം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ സ്ഥലം വരെ കട്ടിയുണ്ട്, താഴോട്ട് കട്ടില്ല, അങ്ങനെ ഒരു സംഭവമില്ലേ. അത് മുടി വെട്ടണില്ലല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വിചാരിച്ച അമ്മയുടെ തോന്നി, അമ്മ ഈ മുടി വളരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര വെച്ച് മുടി വെട്ടിയിട്ട് വളരുന്നുണ്ടോ എന്ന് അറിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്ര വെച്ച് വെട്ടി. എന്ന് വെച്ചാൽ ഡാമേജ് ഹെയർ ആണ് വെട്ടിക്കളഞ്ഞത്, സ്പ്ലിറ്റൻസ് ഉള്ള മുടിയാണ് വെട്ടിക്കളഞ്ഞത്. അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്ര വെച്ച് വെട്ടി. അത് എത്ര 2-3 മാസത്തിന് കൂടുതലായി കാണും. അപ്പൊ ഇത്രയും വെച്ച് വെട്ടി, ഇത്രയും വളർന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായത് വർക്കിംഗ് ആണെന്ന്. പക്ഷെ 50% ഞാൻ വർക്കിംഗ് ആണെന്ന് പറഞ്ഞുള്ളൂ. 100% ആയി കഴിഞ്ഞിട്ട് ഞാൻ അതൊരു പുതിയ വീഡിയോ ഇടും. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് എന്റെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അപ്പൊ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ള എന്താന്ന് വെച്ചാൽ, എന്ത് സ്റ്റൈൽ മുടി വെട്ടിയാലും നമ്മൾ കെയർ ചെയ്തില്ലേ അത് നല്ല രീതിക്ക് പോകും. നല്ല രീതിക്ക് പോകുന്ന വെച്ചാൽ എനിക്ക് എന്നെ അറിയാതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു സ്റ്റൈൽ മുടി വെട്ടാൻ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്ത് സ്റ്റൈൽ വെട്ടിയാലും കെയർ ചെയ്യാം. പിന്നെ സ്പ്ലിറ്റൻസ് വരാൻ കാരണങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നനഞ്ഞ മുടി കോതുക, നനഞ്ഞ മുടി കെട്ടി വയ്ക്കുക, അങ്ങനെ. അപ്പൊ അത് രണ്ടും ഞാൻ ചെയ്യാറില്ലായിരുന്നു. മുടി കോതാറില്ല. എന്ന് വെച്ചാൽ നനഞ്ഞ മുടി ഞാൻ കോതിയിട്ടേ ഇല്ല ഇതുവരെ. പിന്നെ നനഞ്ഞ മുടി ഞാൻ കെട്ടി വെക്കാറേ ഇല്ല. അപ്പൊ അത് രണ്ടും എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ, ഞാൻ മുടി ഇന്ന സ്റ്റൈലൊക്കെ ചെയ്തിട്ട് കെയർ ചെയ്തില്ല.
അതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. ഇപ്പൊ കെയർ ചെയ്യണോണ്ട് അത്യാവശ്യം ആ ഹെയർ ഫോൾ കുറവുണ്ട്, എല്ലാം കുറവുണ്ട് എന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇല്ലെന്നല്ല, ഉണ്ട്, കുറഞ്ഞു. ഓവറായിട്ടുണ്ടായിരുന്നൊക്കെ കുറഞ്ഞു. പിന്നെ വേറെ റീസൺസ് ക്ലൈമറ്റ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ നല്ലായിരുന്നു, ഞാൻ കെയർ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടി പോയത്. അപ്പോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മുടിയിൽ ചെയ്ത കുറച്ച് തെറ്റുകൾ എന്താണെന്ന് പറയാൻ വേണ്ടി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ആക്കണം. പിന്നെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ.